ആര്യ വന്നപ്പോൾ ഈ ഒരു പുതിയൊരു പയ്യൻ തെലുങ്കെന്ന് വന്ന അവൻ്റെ പടം കുറേ ദിവസം ഓടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ ഞാൻ ആ പടം ആര്യ അന്ന് കണ്ടിട്ടില്ല. നമ്മൾ ബാക്കിയുള്ളവരുടെ നമ്മളെ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ അവരുടെ പുറകെ നടക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ഇവനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഈ സഞ്ജീവ് രാജ് ഈ 2 പടം ചെയ്തായിരുന്നു. മൂന്നാമത് വിജയ് കരുണുമുണ്ട്, ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്, മലയാളത്തിൽ കുറച്ച് പടങ്ങൾ ചെയ്യുന്ന ട്രിവാൻഡ്രത്തുകാരനാണ്. യവനെയാണ് ഈ ഹാപ്പിയിലേക്ക് വിളിച്ചത്. അന്ന് പുള്ളിയുടെ കഷ്ടകാലവും എൻ്റെ നല്ല സമയവും പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞു. അങ്ങനെ പുള്ളിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തപ്പോഴാണ് ഖാദർ ഹസൻ എന്നെ വിളിക്കുന്നത്. എന്നെ കുട്ടാന്നാണ് വിളിക്കുന്നത്. എൻ്റെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പായുണ്ട്. കുട്ടാ ഇങ്ങനെ സംഭവമുണ്ട്, നീ ഒന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ ഒരു പുതിയൊരു ലോകമാണ്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഫ്രീഡം അല്ലേ, കമ്പോസ് ചെയ്യല്ലോ. ഇതങ്ങനെയല്ല, അവരുടെ മ്യൂസിക്കിൽ. അപ്പോൾ സിജുവിനെ പരിചയപ്പെട്ടു. ആ മ്യൂസിക് ട്രാക്കും പാട്ടൊക്കെ കാണിച്ചു തമ്പോൾ തന്നെ സിനിമ ഫുൾ കാണിച്ചു തന്നു. സിനിമ ഫുൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ ത്രില്ലടിച്ചു. കാര്യം നമ്മളെ ഹാപ്പി എന്നുകൊണ്ട് വേറൊരു കാറ്റഗറി പടം, നമ്മൾ പെട്ടെന്ന് കാണാത്ത ഒരു സ്റ്റാറും ഭയങ്കര നോട്ടിനെസ്സൊക്കെ ഉള്ളൊരു സിനിമ. അങ്ങനെ അന്ന് തുടങ്ങിയൊരു യുദ്ധമാണ് ആക്ച്വലി. മറ്റേത് തെലുങ്ക് പാട്ടല്ലേ, ഇത് മലയാളം പാട്ടായിട്ട് തന്നെ പാടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ലിറിക്സ് എഴുതുമ്പോൾ കൂടെ ഇരുന്നിട്ട് മീറ്റർ കറക്റ്റാണോ നോക്കണം. അതാണ് ഏറ്റവും വലിയ. തെലുങ്കിലെ ഭാഷ അറിയുമല്ലോ, കുടുകുടു ചുക്കുടു എന്നൊക്കെ ആയിരിക്കും. മലയാളത്തിലെ നീളമുള്ള വാക്കുകൾ ഭയങ്കര ഡിഫിക്കൽട്ട്. ഈ 2 കൾച്ചർ തമ്മിൽ ലിറിക്കൽ കൾച്ചർ ചേർന്ന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇത് ലിപ്പ് നോക്കണം, ഏകദേശം അർത്ഥവും ശരിയായി വരണം. ഇതൊരു ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചില വാക്കുകൾ ആ വാക്ക് പറയുമ്പോൾ അത് ശരിയാവില്ല, നമ്മൾ തിരിച്ച് വേറെ വാക്ക് പറയും, ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അത് ഈ സോങ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു സോങ് ഒരു 3-4 മണിക്കൂറുണ്ട്, അത്രയും വേണ്ടി വരും. ചില പെട്ടെന്ന് പാടി പോകാൻ പറ്റിയ പാട്ടുകളല്ല ഇത്. പക്ഷേ ലിറിക്സ് എഴുതുന്ന 2 ദിവസം വരെ സിജു തുറവൂർ ഒരു പാട്ടിന് വേണ്ടി ഇരുന്നിട്ട് 2-3 ദിവസം വരെ ഇരുന്നിട്ടുണ്ട്. ചെണ്ടു മല്ലികപ്പൂ നീ കണ്ടു വന്ന വണ്ടു ഞാൻ, ആ പാട്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കര. പക്ഷെ അത് ഇപ്പോഴാണ് അതിൻ്റെ വാല്യൂ. അന്ന് അത്രയ്ക്ക് ഹിറ്റായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ സീപോർട്ട് എയർപോർട്ടിൽ കഫേയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം ഞാനും ഫാമിലിയൊക്കെ അവിടെ പോയിരുന്നപ്പോൾ ഒരുപാട് കൊച്ചു പിള്ളേർ, ഒരു 18-20 വയസ്സുള്ള പിള്ളേർ അവിടെ കൂട്ടം കൂടിയിരുന്നിട്ട് ഈ പാട്ടൊക്കെ കേൾക്കണം, ചെണ്ടുമല്ലിക്ക്. ഞാൻ പോയി ഞാൻ ഇന്ന് പരിചയപ്പെട്ടു. ഞാൻ മോനെ ഈ പാട്ട് ഞാനായിട്ട് മലയാളത്തിൽ പാടിച്ചു. ഞാൻ ഇങ്ങനെ സത്യമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ചേട്ടൻ ഞങ്ങൾ ഇതല്ല, അത് അല്ലു അർജുൻ്റെ അവർക്കറിയില്ല. പക്ഷേ പാട്ടുകൾ ഈ പാട്ടുകളെല്ലാം അവർ റിപ്പീറ്റായിട്ട് ഇങ്ങനെ അവരുടെ ഫോണിൽ കംപ്ലീറ്റ് ഏകദേശം ഈ ടൈപ്പ് പാട്ടുകൾ. നമ്മുടെ ഗജപോക്കരിയുടെ പ്രൊമോഷന് അല്ലു അർജുനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് 2 പ്രാവശ്യം ഫോണിൽ ഖാദർ ഹസൻ സംസാരിച്ച സമയത്ത് ഇന്ന ആളാണെന്ന് കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ സംസാരിച്ചു. ഹോളിഡേ ഇന്നിൻ്റെ ഫ്രണ്ടിൽ 11 മണിക്ക് ചെന്നപ്പോൾ തന്നെ ഫുള്ള് ഭയങ്കര ജനക്കൂട്ടം. നമുക്ക് അകത്ത് പോകാൻ പറ്റില്ല. സെക്യൂരിറ്റീസ് വന്നാണ് നമ്മുടെ വണ്ടി അകത്ത് കയറ്റി വിട്ടത്. എന്നിട്ടും ആ ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുള്ളുവലിയെ കടന്ന് പിള്ളേർ അകത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രസ് മീറ്റൊക്കെ അവിടെ വെച്ചായിരുന്നു. അങ്ങനെ അല്ലു അർജുൻ വന്നു. ഇപ്പോൾ ഖാദർ ഹസൻ പരിചയം. ഇത് സിജു തുറവൂർ ലിറിക്സ് റൈറ്റർ, ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ, ഇത് മ്യൂസിക് ഡയറക്ടർ അജിത് കുമാറിന്. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ കാലിലോട്ട് ഇങ്ങനെ താഴെ വീഴാൻ പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറിയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമായിരുന്നു. ഒരു മ്യൂസീഷ്യനെ അവർ സംഗീതം വളരെ ദൈവികമായിട്ട് കാണുന്ന, മിക്കവാറും സൗത്തിലും നോർത്തിലൊക്കെ അങ്ങനെയാണ്. അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നു. ചെമ്പനീർ പൂവിൻ്റെ സോങ്ങിൻ്റെ രസകരമായ ഓർമ്മയാണുള്ളത്. ഞാനന്ന് എറണാകുളത്താണെങ്കിലും എന്തോ ആവശ്യത്തിന് ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഖാദർ ഹസൻ, അപ്പോൾ വർക്ക് അവിടെ വെച്ച് ചെയ്യാൻ നമുക്ക് ട്രിവാൻഡ്രത്ത് നമുക്ക് അഫ്സലിനെ വിളിച്ച് പാടിക്കാം. അഫ്സൽ പാടി നന്നായിരിക്കും. ഞാൻ പിന്നെ നന്നായിരിക്കും. അഫ്സൽ മെലഡി പാടുമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ആൽബം അഫ്സൽ മുമ്പ് മെലഡി പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ SS എന്നുള്ള സ്റ്റുഡിയോയിൽ രാവിലെ 9 മണിക്ക് പോയി. അഫ്സൽ വളരെ മനോഹരമായിട്ട് പാട്ട് പാടി വെച്ച് നമ്മൾ അവിടെ ചായ കുടിച്ചത്. പ്രൊഡ്യൂസർ ഖാദർ ഹസൻ വന്നു. പുള്ളി പറഞ്ഞ് 1-2 കറക്ഷൻ, കുട്ടാ അത് അവിടുത്തെ ആ ഫീൽ ശരിയല്ല, ഈ ഫീൽ ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റി കുറേയൊക്കെ പാടി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം അഫ്സൽ ഡോറ് തുറന്ന് ഇറങ്ങി വന്ന്, ഇക്ക സോറി ഇത് വേറെ ആരെങ്കിലും കൊണ്ട് പാടിച്ച് എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അഫ്സലിൻ്റെ മുഖം കൊണ്ട് അഫ്സലിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി നിറഞ്ഞ്. പുള്ളി കറക്റ്റ് പാടിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ സാധനമുണ്ട്.
അത് ആർക്ക് പുള്ളിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, കാദറസിന് മാത്രമേ അത് എന്താണെന്ന് മനസ്സിലാവണുള്ളൂ. എനിക്കും മനസ്സിലാവണില്ല, അഫ്സലിനും മനസ്സിലാവില്ല, സൗണ്ട് എഞ്ചിനീയർക്കും മനസ്സിലാവണില്ല. പുള്ളി പെട്ടെന്ന് ഇത് അഫ്സലിൻ്റെ മുഖമൊക്കെ മാറി കണ്ടപ്പോൾ, കുട്ടാ നീ കാര്യം ഞാൻ പോയിട്ട് വരണ്ടു, എസ്കേപ്പായി. അപ്പോൾ അഫ്സൽ പറഞ്ഞ്, അജിത്ത് പോയി അത് നമുക്ക് വിടാം, അത് വേറെ ഞാൻ പ്രശ്നം നിങ്ങൾ സമാനപ്പെടും, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പാടി നമുക്ക് പല്ലവി ഒന്നുകൂടെ പാടാം പറഞ്ഞ് എനിക്കൊന്ന് യോഗ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു മണിക്കൂർ യോഗ ചെയ്തിട്ട് വന്നിട്ട് പല്ലവി ഒന്നുകൂടെ പാടിച്ച്. അപ്പോൾ പുള്ളി വിളിച്ച്, കുട്ടാ എന്തായി? ഞാൻ പറഞ്ഞു കാതർ ആദ്യം പാടിയാണ് നല്ലത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയാതെ ആദ്യം പാടിയാണ് നല്ലത്, വന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഇത് കൊള്ളാം. ഞാൻ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നൊക്കെ പറഞ്ഞ് അഫ്സൽ സോറി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് അഫ്സലിനും ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് അഫ്സലിൻ്റെ ലൈഫിൽ തന്നെ ഒരു കിട്ടിയ നല്ലൊരു സോങ്ങായിരുന്നു. ഞാനങ്ങനെ പറയുള്ളൂ, അഫ്സലിൻ്റെ പുള്ളി കഴിവ് പുറത്ത് വരാത്ത പാട്ടുകളില്ലെന്നല്ല, പക്ഷേ മെലഡിയും ഇത്ര മനോഹരമായിട്ട് പാടാൻ കഴിയും തെളിയിച്ച ഒരു പാട്ടായിരുന്നു. അതെ. നമ്മുടെ ഈ മലയാളത്തിൽ അല്ലു അർജുനെ കൊണ്ടുവന്നത് തന്നെ കാദർ ഹസനാണ്. കാദർ ഹസൻ എന്ന് പറയുന്ന രണ്ട് മലയാള സിനിമ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. ഈ കാദർ ഹസൻ പ്രൊഡക്ഷൻ ഒന്ന് നിർത്തി. അപ്പോൾ കാദർ ഹസനുള്ള എന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് എനിക്ക് പകരം വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാദർ ഹസന് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്താലേ ശരിയാവും എന്നുള്ളൊരു തോന്നൽ ഉള്ളത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരം കിട്ടിയത്. അല്ലെങ്കിൽ പലരും പാടിക്കുന്നുണ്ടല്ലോ, ചില സിംഗേഴ്സ് തന്നെ വന്ന് സ്വന്തമായിട്ട് പാടിയിട്ടുമുണ്ടല്ലോ. വൈകുണ്ഠപുരത്തിലും ഈ അവിടുന്ന് മ്യൂസിക് ഡയറക്ടറാണ് പാടിച്ചത്. അപ്പോൾ ഒരു പാട്ട് കാദർ ഹസൻ എഴുതിയ ലാസ്റ്റ് ഈ മറ്റേ സിംഹരാജൻ ചിരിക്കണ് ആ കാദർ ഹസൻ എഴുതി. അപ്പോൾ എന്നിട്ട് പറഞ്ഞത്, അപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ ഇവിടെ പാടിച്ചോളാം, അത് ഞാൻ പാടിച്ചാലേ തൃപ്തി വരുള്ളൂ. അപ്പോൾ കാദർ ഹസൻ എഴുതിയപ്പോൾ പഴയ കൂട്ടുകാരനെ ഓർമ്മ വന്നു. അപ്പോൾ പറഞ്ഞു, കുട്ട ഇങ്ങനെ ഇത് പാട്ടയച്ചു തന്നത് എനിക്ക് നാളെ വേണം, തലേദിവസം രാത്രിയെ വിളിക്കണം, മറ്റന്നാൾ പടം ഓഡിയോ റിലീസാണ്, വോയിസ്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഇത് നമ്മുടെ പ്രദീപ് പള്ളുരുത്തിക്ക് പാടാൻ പറ്റിയ പാടാണ്. പ്രദീപിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ 10 മണിക്ക് പോയി. പുള്ളി പെട്ടെന്നൊക്കെ അത് പാടി. പുള്ളി വേറെ ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ ഡബ്ബ് പടം എടുത്തിട്ട് ശ്രദ്ധിക്കാറില്ല. പുള്ളി ഭയങ്കര ഫീലിൻ്റെ ആളാണ്. അത് പുള്ളിക്ക് ഓരോ അക്ഷരത്തിലും ഫീൽ വേണം. ഞാൻ അങ്ങനെയാണ് കുറച്ച് പുള്ളിയുടെ നിന്നാണ് കുറച്ച് പഠിച്ചത്. ഈ നമ്മളൊരു പാട്ട് പാടിക്കുമ്പോൾ ചില ആൾക്കാർ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിലവർ പാടിപ്പോകുമ്പോൾ ഇടയ്ക്ക് ഫീൽ വിട്ടു പ്ലെയിനായിട്ടൊക്കെ പോകും. പക്ഷേ പുള്ളി സമ്മതിക്കില്ല. പുള്ളി അർത്ഥം അനുസരിച്ച് അങ്ങനെ ഓരോ പാട്ടുകാരെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഹാപ്പിയിൽ ആദ്യം വിധു പ്രതാപും അഖില ആനന്ദും ആദ്യത്തെ ഒരു പാട്ട് മറ്റേ പിക്കിരി ചെക്ക ഹേറ്റ് യു എന്ന് പറഞ്ഞ് പാടിയിരുന്നു. പക്ഷെ അത് കാദർ ഹസന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനത് സ്റ്റുഡിയോ പോയി കേട്ടപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇവർ നോർമലായിട്ട് പാടിയ അത് ഈ എലികരണ്ട പോലുള്ള നിൻമുഖം ഹേറ്റ് യു, പക്ഷെ അത് മറ്റേ പാട്ട് അടിയായിരുന്നു. അപ്പോൾ കാദർ ഹസന് യുദ്ധം തന്നെ വേണം. അപ്പോൾ ഈ അഖിലാനന്ദ് എന്ന് പറഞ്ഞ സിംഗർ എനിക്ക് നേരത്തെ നമ്മുടെ കൂടെ പ്രോഗ്രാംസിനൊക്കെ വരുന്നുണ്ട്, എൻ്റെ കൂടെ കുറേ പേർക്കിന് കോറസൊക്കെ പാടി എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാദർ ഒരു കാര്യം നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കാശ് കളയണോടാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് പാടിക്കാം. അങ്ങനെ വിധുവിനെയും ഈ കൊച്ചിനെയും വിളിച്ചിട്ട് വിധു പക്ഷേ പെട്ടെന്ന് ഗ്രാസ് ചെയ്തു. പക്ഷേ ഈ കൊച്ചിനെ കുറച്ച് ഓരോ വരിയും പവറിൽ എനർജി പാടുന്ന ഇങ്ങനെ പറഞ്ഞ് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അഴകെ എന്നുള്ള സോങ് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര ഹൈപ്പിച്ചാണ്. അപ്പോൾ ഈ ജോസ് സാഗർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ട്രിവാൻഡ്രത്ത് ഗാനമേളയൊക്കെ പാടിക്കൊണ്ടിരുന്ന വളരെ ജനകീയനായ ഒരു പാട്ടുകാരൻ ജോസ് സാഗർ. അപ്പോൾ എൻ്റെ 1-2 സിനിമയ്ക്ക് വേണ്ടി പുള്ളി ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നല്ല ഹൈപ്പിച്ച് പാടുന്ന വ്യക്തിയാണ്. പിന്നെ നല്ല കഴിവുണ്ട്. പക്ഷേ പുള്ളിക്ക് അതിനെ പറ്റിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കാദറിൻ്റെ അത് അവതരിപ്പിച്ചു. അപ്പോൾ നിനക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ പാടിക്കൊള്ളാം. അങ്ങനെ ജോസ് വന്ന് പുള്ളി വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പാടി. ഹാപ്പി അടിപൊളി ലുക്കായാൽ ഹാപ്പി, അത് ഫ്രാങ്കോ പാടി. അതും പറഞ്ഞ പോലെ കുറച്ച് ഗുസ്തി പിടിച്ച് 1-2 പ്രാവശ്യമൊക്കെയാണ് പുള്ളി വന്ന് കേൾക്കും കൊണ്ടുവന്ന് കുട്ട അവിടെ അത് ശരിയായിട്ടില്ല, അവിടെ കുറച്ചുകൂടെ അത് പഞ്ച് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ടുകാരെ നല്ല പിഴിഞ്ഞ് സത്ത് എടുക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ചാൽ ഈ തെലുങ്ക് പാട്ടും നമ്മുടെ പാട്ടും ശ്രദ്ധിച്ചാൽ രണ്ട് ഫീലാണ്. ട്യൂൺ ഏകദേശം ഒന്നാണ്, അതിൻ്റെ മോഡുലേഷനും ഫീലും വ്യത്യാസമുണ്ട്. ട്യൂൺ ഒന്നായിരിക്കും. അത് എല്ലാ പാട്ടും എടുത്താലും ഒരിക്കലും അതുപോലെ ആയിട്ടില്ല. അത് ഞങ്ങളിങ്ങനെ നമ്മുടെ ഈ പടങ്ങളിലൂടെ കൺമുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്നതോടും പറയാം. ഓരോ പടങ്ങളും പുള്ളി ഒരു വിസ്മയമായിരുന്നു. എപ്പോഴും നമ്മൾ വിസ്മയിക്കണത് അഭിനയത്തിലുപരി പുള്ളി സ്വന്തം കോറിയോഗ്രാഫി. എല്ലാ പാട്ടിലും പുള്ളിയുടേതായൊരു സ്റ്റെപ്പുണ്ട് എല്ലാ പടത്തിലും. അത് കാണുമ്പോൾ എന്നിട്ട് ഏതൊരു സിനിമയിൽ
ഒരു സിനിമയിൽ തന്നെ ഈ പാട്ട് സീനിൽ ഞാൻ ഒരു സ്റ്റെപ്പ് ഇടട്ടെ അതുകൊണ്ട് ഹീറോ പറഞ്ഞൊരു സ്റ്റെപ്പ് ഇടുന്നുണ്ട്, അത് ഏത് സിനിമയ്ക്കെന്ന് എനിക്കറിയില്ല. അതായത് സിനിമയ്ക്ക് പാട്ട് നടക്കുമ്പോൾ തന്നെ ഞാനൊരു സ്റ്റെപ്പ് കാണിക്കട്ടെ എന്ന് അല്ലൂർ തന്നെ ചോദിച്ചിട്ട് ഇങ്ങനെ എഴഞ്ഞു പോണ ഒരു ഭയങ്കര പ്രയാസമുള്ള സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊക്കെ അപ്പോഴും ഭയങ്കര ത്രില്ലായിരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പാട്ടുകാർ, അതായത് സൗത്ത് ഇന്ത്യയിൽ കാർത്തികിനെ പാടിച്ചിട്ടുണ്ട്, രഞ്ജിത്തിനെ പാടിച്ചിട്ടുണ്ട്, മധു ബാലകൃഷ്ണൻ, ഇങ്ങനെ എല്ലാവരും, മറ്റേ മാൽഗുഡി ശുഭ, നിലയപ്പൊങ്കലായാലോ അവിടെ റിങ്ക 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 റിങ്ക. അയ്യോ, അത് വേറെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആ ചേച്ചിക്ക് നായും അറിയില്ല. കാര്യം അത് തമിഴും അവർക്കറിയില്ലല്ലോ. പക്ഷെ സിജു കംപ്ലീറ്റ് ചെയ്യുന്ന നായും എഴുതിയിരിക്കണത് ഇതിനകത്ത്. അപ്പോൾ അവസാനം ബിഗ് ന സ്മോൾ ന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൈവെക്കും. അപ്പോൾ അവർക്ക് എനിക്കൊരു 4-5 മണിക്കൂർ പാട്ട് പാടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നിൽ കൂടെ ഇങ്ങനെ വളർന്നു വന്നൊരു സ്റ്റാറാണ്. പിന്നെ നമ്മളറിയാതെ ഫാനായി പോകും പുള്ളിയുടെ സിനിമകൾ കാണുമ്പോഴേ.